ലേൺ ടാലി ഇൻ സിമ്പിൾ മെത്തേഡ്. ഇൻവെൻട്രി വൗച്ചറിൻ്റെ പർച്ചേസ് ഓർഡർ വൗച്ചർ നമ്മൾ പഠിച്ചു. ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നു സെയിൽസ് ഓർഡർ വൗച്ചർ. സെയിൽസ് ഓർഡർ വൗച്ചറിൻ്റെ കീ Alt+F5 ആണ്. എന്താണ് സെയിൽസ് ഓർഡർ വൗച്ചർ? നമ്മൾ പർച്ചേസ് ഓർഡർ പഠിച്ചപ്പോൾ നമ്മളൊരു കാര്യം പറഞ്ഞിരുന്നു. എന്തായിരുന്നു? നമ്മുടെ സപ്ലയേഴ്സിന് പർച്ചേസ് ചെയ്യുന്നതിന് മുമ്പായിട്ട് നമ്മൾ സപ്ലയർക്ക് ഒരു ഓർഡർ കൊടുക്കുന്നു. അതാണ് പർച്ചേസ് ഓർഡർ എന്ന് പറഞ്ഞു. അതുപോലെ തന്നെ നമ്മുടെ കസ്റ്റമർ നമ്മൾക്ക് ഓർഡർ തരികയാണ്. ഇത്ര ക്വാണ്ടിറ്റി ഓഫ് പ്രോഡക്റ്റ് ഞങ്ങൾക്ക് വേണമെന്ന് പറഞ്ഞ് നമുക്കൊരു ഓർഡർ തരുവാണെങ്കിൽ അതെന്തായിട്ടാണ് നമ്മൾ ട്രീറ്റ് ചെയ്യുന്നത്? സെയിൽസ് ഓർഡർ ആയിട്ടാണ് ട്രീറ്റ് ചെയ്യുന്നത്. എങ്ങനെയാണ് ടാലിയിൽ? അത് ആദ്യം നമ്മൾ കമ്പനി ക്രിയേറ്റ് ചെയ്യും. കമ്പനി ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ എവിടെ വരും? ഗേറ്റ് വേ ഓഫ് ടാലിയിൽ വരും. F11 ഇൻവെൻട്രി ഫീച്ചേഴ്സിൽ ഏത് ആക്റ്റീവ് ആക്കണം? എനേബിൾ സെയിൽസ് ഓർഡർ പ്രോസസ്സിംഗ് ഏസ് ആക്കണം. അപ്പോൾ ഓർഡർ പ്രോസസ്സിങ്ങിൽ എനേബിൾ സെയിൽസ് ഓർഡർ പ്രോസസ്സിംഗ് ഏസ് ആക്കിയാൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? സെയിൽസ് ഓർഡർ വൗച്ചർ നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ. എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. നമ്മൾ ടാലിയിൽ വന്നു. ടാലിയിൽ നമ്മൾ പർച്ചേസ് ഓർഡർ വൗച്ചർ നമ്മൾ ആക്റ്റീവ് ആക്കി കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ ഒരു ഓർഡർ വൗച്ചർ കിട്ടും, അല്ലേ? ആ ഓർഡർ വൗച്ചർ നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ പർച്ചേസ് ഓർഡർ മാത്രമേ ഉള്ളൂ. ഇവിടെ ഒരു സെയിൽസ് ഓർഡർ ഇനാക്റ്റീവ് ആണ്. സോ F11 ഇൻവെൻട്രി ഫീച്ചേഴ്സിൽ നമ്മൾ ഏത് ആക്റ്റീവ് ആക്കണം? എനേബിൾ സെയിൽസ് ഓർഡർ പ്രോസസ്സിംഗ് ഏസ് ആക്കണം. എനേബിൾ സെയിൽസ് ഓർഡർ പ്രോസസ്സിംഗ് ഏസ് ആക്കി സേവ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? ഒരു സെയിൽസ് ഓർഡർ എന്ന് പറയുന്ന ഒരു കീ കിട്ടും. Alt+F5 പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഒരു കസ്റ്റമറാണ്. നമ്മുടെ കസ്റ്റമർ സാഗർ എന്ന് പറയുന്നൊരു കസ്റ്റമർ നമ്മൾക്കൊരു ഓർഡർ തരുന്നു. സോ സാഗറിനെ നമ്മൾ സെലക്ട് ചെയ്തു. ഓർഡർ നമ്പർ 11 എന്നുള്ള ഓർഡർ നമ്പറാണ്. സെയിൽസ് ബ്രിട്ടാനിയ എന്ന് പറയുന്ന പ്രോഡക്റ്റ് അദ്ദേഹത്തിന് വേണം. എന്നാണ് വേണ്ടത്? ഒരു 15 ഡേയ്സ് കഴിഞ്ഞിട്ട് മതി നമുക്ക് കൊടുക്കാൻ പറ്റുള്ളൂ. ഓക്കെ, 15 ഡേയ്സ് കൊടുത്തു. നമുക്കൊരു 50 അല്ലെങ്കിൽ 60 നമ്പർ ഓഫ് ക്വാണ്ടിറ്റി നമ്മൾ അദ്ദേഹത്തിൻ്റെ ഒരു ഓർഡർ കിട്ടുവാണ്. 60 ക്വാണ്ടിറ്റി 25 റുപ്പീസാണ് നമ്മുടെ സെല്ലിംഗ് പ്രൈസ്. ആ ഓർഡർ പ്രകാരം നമുക്കൊരു ഓർഡർ കിട്ടി. അപ്പോൾ നമ്മുടെ സാഗർ എന്ന് പറയുന്ന ഒരാൾ നമുക്ക് എന്ത് തന്നു? സെയിൽസ് ഓർഡർ തന്നു. സ്റ്റോക്ക് സമ്മറിയിൽ നമുക്ക് എത്ര ക്വാണ്ടിറ്റി ഉണ്ട്? 100 ക്വാണ്ടിറ്റി ഉണ്ട്, ഇല്ലേ? ഇനി നോക്കുക, ഡിസ്പ്ലേ, സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് ഇൻവെൻട്രി, സെയിൽസ് ഓർഡർ ഔട്ട്സ്റ്റാൻഡിങ് സെലക്ട് ചെയ്യുന്നു. സ്റ്റോക്ക് ഐറ്റം സെലക്ട് ചെയ്യുന്നു. ബ്രിട്ടാനിയ എന്ന് പറയുന്ന പ്രോഡക്റ്റ് 60 നമ്പർ ക്വാണ്ടിറ്റിയുടെ ഒരു ഓർഡർ നമ്മുടെ കയ്യിൽ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമുക്കത് സെയിൽസ് ചെയ്തെങ്കിൽ മാത്രമേ എന്താകത്തുള്ളൂ? ആ ഔട്ട്സ്റ്റാൻഡിങ് ഓർഡർ മാറുള്ളൂ. അപ്പോൾ എങ്ങനെയാണ് സെയിൽ ചെയ്യുന്നത്? അക്കൗണ്ടിങ് വൗച്ചർ, F8 സെയിൽസ്, പാർട്ടീസ് നെയിം സാഗർ ദ കസ്റ്റമർ. അപ്പോൾ അവിടെ ഡെലിവറി നോട്ട്, ഡെസ്പാച്ച് ഡീറ്റെയിൽസ്, ദെൻ ഓർഡർ നമ്പർ. അവിടെ ഒരു ലിസ്റ്റ് പ്രകാരമുള്ള ഓർഡർ നമ്പർ ഉണ്ടെങ്കിൽ ആ ഓർഡർ നമ്പർ സെലക്ട് ചെയ്യുന്നു. ഈ ഓർഡറിന് എഗനസ്റ്റ് ആയിട്ടാണ് നമ്മൾ പ്രോഡക്റ്റ് സെല് ചെയ്യുന്നത്. നോക്കൂ, ആ 60 ക്വാണ്ടിറ്റി 25 റേറ്റ് ഓട്ടോമാറ്റിക്കലി വന്നിട്ടുണ്ട്. ദെൻ ഞാൻ ആക്സെപ്റ്റ് ചെയ്യുന്നു. ഇനി നമ്മുടെ സ്റ്റോക്ക് സമ്മറി ഒന്ന് നോക്കാം. സ്റ്റോക്ക് സമ്മറിയിൽ ഇനി എത്ര ക്വാണ്ടിറ്റി ഉള്ളൂ? 40. ജസ്റ്റ് ഒന്ന് എൻറ്റർ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കാണാം 100 ക്വാണ്ടിറ്റി ഇൻവേഡ് ഉണ്ട്. എത്ര സെല്ലായി? 60. ബാക്കി എത്രയുണ്ട്? 40. അപ്പം നമ്മൾ സെയിൽസ് ഓർഡർ ചെയ്തു. സെയിൽസ് ഓർഡറിന് എഗനസ്റ്റ് ആയിട്ട് നമ്മൾ എന്ത് ചെയ്തു? സെല്ലും ചെയ്തു. അപ്പോഴാണ് നമ്മുടെ പ്രോഡക്റ്റ് സെയിലായത്. ഇനി ഡിസ്പ്ലേയിൽ സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് ഇൻവെൻട്രിയിൽ സെയിൽസ് ഓർഡർ ഔട്ട്സ്റ്റാൻഡിങ് ഉണ്ടോ എന്ന് നോക്കാം. അതവിടുന്ന് ക്ലിയറായി. ഒരു പെൻഡിങ് ഓർഡറും ഇല്ലാതെ അത് ക്ലിയറായി. ഓക്കെ, സെയിൽസ് ഓർഡറിനെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻസിൽ എഴുതുക. നിങ്ങൾക്ക് എന്തൊക്കെ ഡൗട്ട്സ് ഉണ്ടോ അതെല്ലാം നിങ്ങൾ കമൻറ്റിൽ രേഖപ്പെടുത്തി കഴിഞ്ഞാൽ എനിക്കാവുന്ന രീതിയിൽ നിങ്ങളെ എനിക്ക് ഹെൽപ്പ് ചെയ്യാൻ പറ്റും. അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ് ഷിയാബ്സ് അക്കാഡമീസ് ലേൺ ടാലി സോഫ്റ്റ്വെയർ ഇൻ സിമ്പിൾ മെത്തേഡ്.